എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ, സുഖമായിട്ടിരിക്കില്ലേ? കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിരുന്നില്ലേ, ഞാൻ എങ്ങനെയാണ് എൻ്റെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതെന്ന്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പക്ഷേ ഇത് എത്രത്തോളം എന്നെ ഹാപ്പി ആക്കുന്നത് എന്നുള്ളതാണ്. അതിനു മുമ്പ് ഒരു ഷവർ ബാത്തിങ് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്താ ഒരു സുഖം, എൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ റിലാക്സ്ഡ് ആവും കേട്ടോ. ഇതുപോലെ എന്നെ എൻജോയ് ചെയ്യിക്കുന്ന മറ്റൊരു എക്സസൈസും ഇല്ല. ഒന്ന് മുങ്ങി നിവർന്നപ്പോൾ എന്താ ഒരു സുഖം. നീന്തൽ വെറും ഒരു എക്സസൈസ് മാത്രമല്ലല്ലോ, വിനോദം കൂടിയല്ലേ. എത്ര നേരം വെള്ളത്തിൽ കളിച്ചാലും നമുക്ക് മതിയാവുക, സമയം പോകുന്നത് അറിയോ? അതുമില്ല. എത്ര ക്ഷീണമോ തളർച്ചയോ ഒക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ അങ്ങോട്ട് ഒഴുകി പോവല്ലേ. എന്നെ സംബന്ധിച്ച് ഇതുപോലെ എനിക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ മറ്റൊരു വർക്കൗട്ടും ഇല്ല കേട്ടോ. ഇപ്പം നടക്കുകയാണെങ്കിലോ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും, അല്ലെങ്കിൽ നമുക്ക് തളർച്ച ഉണ്ടാവും. പക്ഷേ ഇത് ഇത്ര നമ്മളെ ഹാപ്പി ആക്കുന്ന മറ്റൊരു എക്സസൈസ് ഇല്ല, ഇതുപോലെ സമ്പൂർണമായ മറ്റൊരു എക്സസൈസും ഇല്ല. അപ്പോൾ എനിക്ക് നീന്തൽ കൊണ്ടുണ്ടായ ഗുണങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ പറ്റൂ. മാത്രമല്ല ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നീന്തുന്നുണ്ട്, 1 hour നീന്തുന്നുണ്ട്. അതുകൊണ്ട് എന്നിലുണ്ടായ ശാരീരിക മാനസികമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതിനുശേഷം മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും, നമ്മളൊക്കെ അതിജീവിച്ചിങ്ങനെ പോവുകയാണ്. ആ സമയത്ത് എന്നെ അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നമാണ് കാലിൻ്റെ മസിൽ പിടിക്കുക എന്നുള്ളത്. കാലിൻ്റെ മസിൽ പെയിന് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ നിങ്ങളുടെ അടുത്തിപ്പോൾ ഒന്ന് കാൽ അനങ്ങി വെക്കാൻ പറ്റില്ല. ഉറങ്ങുകയാണെങ്കിൽ ഒരുപാട് തവണ ഞാൻ ഉറക്കത്ത് പെയിനുകൊണ്ട് ഉണർന്നു പോകും. അതൊരു വല്ലാത്ത പെയിനാണ്, വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കാല് കോടിപ്പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, വിരലൊക്കെ ഇങ്ങനെ കോടിപ്പോവും. അതുകൊണ്ട് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പം നീന്തൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെള്ളത്തിലിറങ്ങിയപ്പം ഒരു 10-15 തവണയെങ്കിലും എനിക്ക് വെള്ളത്തിൽ നിന്ന് തന്നെ കാല് മസിൽ പിടിച്ചു. അത് മാത്രമല്ല വിരൽ കൂടിപ്പോയി. അപ്പം പക്ഷേ ഞാൻ മെൻ്റലി തളർന്നില്ല, ഞാൻ പറ്റും പോലെ നീന്തി. 2ാമത്തെ ദിവസം അത് കുറഞ്ഞു വന്നു. 3ാമത്തെ ദിവസം തൊട്ട് അത് പാടെ മാറി എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ മസിലും എന്തുമാത്രം സ്ട്രോങ് ആണെന്നറിയാം. ഞാൻ പഴയതിലും ഹാപ്പിയായി, എനിക്ക് എത്ര സന്തോഷമായി എന്നറിയോ. പിന്നെ സർജറി കഴിഞ്ഞതാണ് എൻ്റെ കൈക്ക്, അതായത് കക്ഷത്തിലെ കയലൊക്കെ എടുത്ത് നീക്കിയതാണ്. അപ്പോൾ മുട്ടിനടുത്തേറ്റം, അതായത് കൈത്തണ്ട ഒന്നും തൊട്ടാൽ എനിക്കറിയില്ലായിരുന്നു, സ്പർശന ശേഷിയില്ലായിരുന്നു, അവിടെ എപ്പോഴും തരിച്ച് കിടക്കുകയായിരുന്നു. നീന്തൽ തുടങ്ങി ഒരു 8 ദിവസം കൊണ്ട് അത് ഫുള്ള് മാറി എന്നുള്ളത്. ഇപ്പം എനിക്ക് തൊട്ടാൽ അറിയാം, ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ടായിരിക്കും. എൻ്റെ കൈ ഇപ്പം പഴയ പോലെയായി. നല്ല പെയിനും നീരും എല്ലാം ഉണ്ടാവും, ഇത് സർജറി കഴിഞ്ഞവർക്കറിയാം. പക്ഷേ അതെല്ലാം മാറി എന്നുള്ളതാണ്. എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നുന്നു, ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഇനി നീന്തലിൻ്റെ മറ്റു ഗുണങ്ങൾ പറഞ്ഞു കേട്ടോ. ബ്രെയിനിൽ, മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മെമ്മറി പവർ കൂടുകയാണ്, ചിന്താശേഷി കൂടുകയാണ്, തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത കൂടുകയാണ്. ഞാനത് പറയാൻ കാരണം എനിക്ക് മെമ്മറി പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. ചില വാക്കുകൾ കിട്ടാതെ വരിക, ചില കാര്യങ്ങൾ മറന്നു പോവുക. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്തായിരുന്നു ഞാൻ ചെയ്തതെന്ന് മറന്നു പോകും. ഇപ്പം ക്യാൻസർ വന്നതിന് ശേഷമാണ് കേട്ടോ. പണ്ട് ഈ വെള്ളത്തിൽ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഒരു ഗ്രാമത്തിലാണ്. അപ്പം എൻ്റെ വീടിന് മുന്നിൽ കൂടെ ഒരു തോട്, അരുവി, തോടെന്നാണ് ഞങ്ങൾ പറയാം. നല്ല മഴക്കാലത്ത് നല്ല കുത്തി ഒഴുകുന്ന വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ പോയിട്ട്, എൻ്റെ സമപ്രായക്കാരുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് തോട്ടിൽ ചാടും. അതൊക്കെ ഒരു വല്ലാത്തൊരു ഓർമ്മയാണ്. ദേവി കുളിച്ച കുഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഏരിയ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നല്ല രസമാണ് നീന്താൻ. മച്ച് ഇങ്ങനെ കെട്ടിയിട്ട്, അതായത് തേങ്ങയുടെ കാമ്പില്ലാത്ത അത് 2 തലക്കിലിങ്ങനെ ഏച്ച് കെട്ടിയിട്ട് വയറ്റിലിങ്ങനെ ഇട്ടിട്ട് ആണ് ഞങ്ങൾ നീന്തൽ പഠിക്കുക. ബേസിക്കായിട്ട് പഠിച്ചത് അവിടെ നിന്ന് തന്നെയാണ്. പിന്നെ കോഴിക്കോട് നിന്ന് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ അവിടെ നിന്ന് പഠിച്ചു. പക്ഷേ വെള്ളത്തിലിങ്ങനെ കളിക്കുമ്പോൾ ഞാൻ ആ ഒരു കുട്ടിക്കാലത്തേക്കാണ് പോകുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ശരിക്കും ഒരു 7, 8, 10, 15 വയസ്സുള്ളൊരു കുട്ടിയായതുപോലെ എനിക്ക് തോന്നും. വെള്ളത്തിൽ കളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാവും ഞാൻ.
പണ്ട് തോട്ടിലും കുളങ്ങളിലൊക്കെ കുളിക്കാൻ പോകുമ്പോൾ ചൂണ്ടിട്ട് മീൻ പിടിക്കും. എന്നിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ കൊണ്ടാ പോകുക. എന്നിട്ട് റബ്ബറിന്റെ കൊമ്പ് ചുള്ളിക്കൊമ്പ് കൂട്ടിയിട്ട് ചുട്ട് തിന്നായിരുന്നു. അതെന്തൊരു ഓർമ്മയാണെന്നറിയോ. ഇത്തരം നല്ല മെമ്മറീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റിൽ ഷെയർ ചെയ്യണേ.